A+ട്യൂബിലേക്ക് സ്വാഗതം. ബിൽഡിങ്ങിന് സെസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് ചെയ്തപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്ന് ഈ എപ്പിസോഡിലൂടെ അതിൻ്റെ പൂർണ്ണമായ സംശയ നിവാരണ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നവരും കെട്ടിടം നിർമ്മിച്ച് കഴിഞ്ഞവരും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണാൻ ശ്രദ്ധിച്ചാൽ ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന സെസ് സംബന്ധിച്ച എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് കിട്ടും. ഇപ്പോൾ സെസ് നിങ്ങൾ അടയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ നമ്പർ ലഭിക്കുകയില്ല എന്നുള്ള വിവരം ആദ്യം മനസ്സിലാക്കുക. കെട്ടിട നമ്പർ ലഭിക്കണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി തന്നെ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ടൗൺ പ്ലാനിംഗ് വിഭാഗമോ എഞ്ചിനീയറിംഗ് വിഭാഗമോ നൽകുന്ന ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉപയോഗിക്കാൻ യോഗ്യമായി എന്ന് തെളിയിക്കുന്ന രേഖയാണ്. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പ് വരുത്തി റിപ്പോർട്ട് നൽകുന്നതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത്. ഇങ്ങനെ ഒരു ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ OC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റവന്യൂ വിഭാഗത്തിലെ ഇൻസ്പെക്ടേഴ്സ് ബിൽഡിംഗ് നമ്പർ അനുവദിച്ച് തരികയുള്ളൂ. തുടർന്ന് നമുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ വസ്തുനികുതി, തദ്ദേശ സ്ഥാപനത്തിലെ ഈ കെട്ടിടങ്ങൾക്ക് ഈടാക്കുന്ന നികുതിയെ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത്. ഇത് അടയ്ക്കാൻ നമുക്ക് കഴിയുകയുമുള്ളൂ. അപ്പോൾ ഈ അവസ്ഥ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആദ്യം നിലവിൽ വന്നു. തുടർന്ന് പഞ്ചായത്തിലും ഇത് ബാധകമാക്കി. ഇതനുസരിച്ച് സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ ആവശ്യമായ ചില കാര്യങ്ങളും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ അടയ്ക്കണം ഈ സെസ് എന്നുള്ളതും അതിനെ സംബന്ധിച്ചുള്ള സ്ലാബിൻ്റെ വിശദ വിവരങ്ങളും ഇനി പറയുന്ന പ്രകാരമാണ്. എന്തുകൊണ്ടാണ് ഈ സെസ് ഏർപ്പെടുത്തിയതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് 1996 ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ടിലെ 3(1) എന്ന സെക്ഷൻ പ്രകാരമാണ് ഈ സെസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് പ്രകാരം ഒരു നിർമ്മാണം പൂർത്തീകരിച്ച ഗാർഹിക ആവശ്യങ്ങൾക്കുള്ളതോ, ഗാർഹിക ആവശ്യമെന്ന് പറഞ്ഞാൽ വീട് എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, താമസിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളോ ആണെങ്കിൽ അവയുടെ ആകെ നിർമ്മാണ ചെലവിൻ്റെ 1% കുറയാത്തതും പരമാവധി 2% കൂടാത്തതുമായ തുക കെട്ടിട ഉടമയിൽ നിന്നും സെസ്സായി ചുമത്തി അത് പിരിച്ചെടുക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ 3(1) എന്ന് പറയുന്ന ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്റ്റിൽ പറയുന്നത്. ഇതാണ് ഇപ്പോൾ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും ഈ സെസ്സാണ്, ബിൽഡിംഗ് സെസ്. സംസ്ഥാനത്ത് നിർമ്മാണ ചെലവിൻ്റെ 1% ആണ് അതിന് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് പ്ലിന്ത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാണ് ഈ സെസ് പിരിക്കുന്നത്. പ്ലിന്ത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ 1995, 2000, 2005, 2010, 2015 വർഷങ്ങൾ കണക്കാക്കി സ്ലാബ് റേറ്റ് നിശ്ചയിച്ചിട്ടാണ് ഇവ ഈടാക്കുന്നത്. അതിൻ്റെ സ്ലാബ് റേറ്റുകൾ സംബന്ധിച്ച് ഈ എപ്പിസോഡിൽ വിവരിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ആ സ്ലാബ് റേറ്റുകൾ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തൊഴിൽ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കുകയും സെസ് ഈടാക്കുകയും ചെയ്യുന്നതെങ്കിലും ഈ തൊഴിൽ വകുപ്പ് മുഖേനയുള്ള സെസ് പിരിവ് വളരെ മോശമായ നിലയിലാണെന്നുള്ളതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സെസ് പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്.
ഈ തൊഴിൽ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് 1 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള ചെലവാണ് കണക്കാക്കേണ്ടത്. ഈ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവാകുന്ന തുക എത്രയാണോ അത് കണ്ടെത്തി അത് 10 ലക്ഷമോ അതിലധികമോ ആണെങ്കിൽ അതിൻ്റെ 1% നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ്സായി ബന്ധപ്പെട്ട അസസിംഗ് ഓഫീസർ കണ്ടെത്തി ഈടാക്കുകയാണ് ചെയ്യുന്നത്. 1% അടയ്ക്കേണ്ടി വരുന്നത് എല്ലാവരുമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കെട്ടിടത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവാകുന്ന തുക അത് 10 ലക്ഷമോ അതിൽ അധികമോ ആണെങ്കിൽ മാത്രമേ 1% ഈ സെസ് നമ്മൾ അടയ്ക്കേണ്ടി വരികയുള്ളൂ. ഇത് ഒറ്റത്തവണയായി തന്നെ നമുക്ക് അടച്ച് തീർക്കാവുന്നതുമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഈ സെസ് ഈടാക്കിക്കൊണ്ടിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊഴിൽ വകുപ്പാണെങ്കിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത് ചുമതലപ്പെടുത്തിയിട്ടുള്ളതും അവർ തന്നെയാണ് ഇപ്പോൾ സെസ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമൊക്കെ 16/1/2024 മുതൽ നടപ്പാക്കിയിരുന്നെങ്കിലും പഞ്ചായത്തുകളിൽ 2024 ഏപ്രിൽ മുതലാണ് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. OC നൽകുന്നതിന് മുമ്പ് തന്നെ ബിൽഡിംഗ് സെസ് ഒടുക്കി അതിൻ്റെ രസീത് ഹാജരാക്കിയാൽ മാത്രമേ ബിൽഡിംഗ് നമ്പറിനാവശ്യമായ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകാനും തുടർന്ന് കെട്ടിട നമ്പർ നൽകാനും പാടുള്ളൂ എന്ന് വ്യക്തമായ നിർദ്ദേശം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശം വന്നതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കർശന നടപടികൾ എടുത്തിട്ടുള്ളത്. ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്കാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കർശന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളത്. അത് 1% എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുള്ളത്. ആകെ നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ 1% മാത്രം നമുക്കിത് അടച്ചാൽ മതിയാവുകയും ചെയ്യും. ഈ സെസ് എന്തിനു പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളതാണ് ഈ സെസ് പിരിക്കാനുള്ള പ്രധാന ഉദ്ദേശം. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ക്ഷേമ കോർപ്പറേഷനിൽ ഇതിനു വേണ്ടി ഉള്ള പിരിവെടുത്ത സെസ്സിൻ്റെ തുക അതിനനുസരിച്ച് ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷനും അതുപോലെ തന്നെ അവരുടെ ഗ്രാറ്റുവിറ്റിയും അവരുടെ ചികിത്സാ ചെലവിൻ്റെ ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് എത്രയോ നാളുകളായി എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. നമ്മളിൽ നിന്നും സെസ് സർക്കാർ കർശനമായി പിരിക്കുന്നു. പക്ഷേ ആ പിരിവെടുക്കുന്നത് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ക്ഷേമത്തിന് വേണ്ടി ഈ തുക ചെലവഴിച്ചിട്ട് എത്രയോ നാളുകളായി. ഇപ്പോൾ ഏതാണ്ട് വലിയൊരു സംഖ്യ ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാനുണ്ട്. അപേക്ഷകൾ നൽകി അവരെല്ലാം കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കൊടുക്കുന്നു, പക്ഷേ അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് ഈ കെട്ടിട നിർമ്മാണ സെസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്ലിന്ത് ഏരിയ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നതിലും നിർമ്മാണത്തിന് ഉപയോഗിച്ച സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ചെലവ് കണക്കാക്കുന്ന രീതിയിലുമുള്ള ഒരു നടപടിക്രമമാണ് ഉചിതം എന്നുള്ളത് കൊണ്ടാണ് ആ തരത്തിലുള്ള തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലിന്ത് ഏരിയ അടിസ്ഥാനത്തിലുള്ള തുകയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഷെഡുകൾ, റൂഫിംഗ് ഷീറ്റ് കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച ഗോഡൗണുകൾ, വർക്ക് ഷെഡുകൾ, ഫാമുകൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് കണക്കാക്കുന്നതിന് പ്രത്യേക റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ കെട്ടിടങ്ങൾക്കുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിരക്കാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത് എന്നും കൂടി അറിഞ്ഞിരിക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ആയതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്.
കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടതും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഒടുക്കേണ്ടതുമായ എല്ലാ വിവരങ്ങളും മുൻ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ബിൽഡിംഗ് റൂൾസ് എന്ന പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നും ലഭ്യമാവുകയും ചെയ്യും. ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 6 മണിക്കുള്ള എപ്പിസോഡ് സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. നന്ദി.